സോഷ്യൽ മീഡിയയിൽ തരംഗമായ മുഹമ്മദ് സിനാന്റെ കുട്ടി സഖാക്കൾ ഫേസ്ബുക്ക് അക്കൗണ്ട് പൂട്ടി മെറ്റ. വീഡിയോ നിരവധി പേരാണ് കണ്ടത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കം വീഡിയോയ്ക്ക് കമന്റ് ചെയ്തിരുന്നു. ഞാൻ പിന്നെ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. ബാലസംഘ സെക്രട്ടറിനെ കാണിച്ചു തരാം. ഈ പൊന്നിങ്ങടെന്നാ അത് സഖാക്കൾ എന്താ പാട് സുഖല്ലേ? ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളെ പാർട്ടി ഓഫീസ്. ആ റെഡ് കുപ്പായിട്ടോനാണ് ബാലസംഘ പ്രസിഡന്റ്. ഞാൻ പിന്നെ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. ബാലസംഘ സെക്രട്ടറിനെ കാണിച്ചു തരാം. ഈ പൊന്നിങ്ങടെന്നാ ഈ ഫോണൊന്ന് പിടിച്ചാ ഇന്ന് ഫോട്ടോ എടുക്കാണേ. സഖാക്കളെ വീഡിയോ ആണ്. ലാൽ സലാം സഖാക്കളെ. ഞാനാണ് ജോയിന്റ് സെക്രട്ടറി. ഇവിടെ ഷീജ ചേരുകയാണ്. ഷീജ, വളരെ രസകരമായ ഒരു വീഡിയോ ആണ്. ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത്. വളരെ മനോഹരമായ ആ കുട്ടികൾ ചെയ്തിരിക്കുന്നു. ഇതിപ്പോ മെറ്റയ്ക്ക് എന്താ സംഭവിച്ചത്? എന്താണ് ഇതിൻ്റെ അകത്ത് പ്രശ്നമായി അവർ കാണുന്നത്? ഈ പറയുന്നത് പോലെ തന്നെ, അതായത് ഈ ഒരു വീഡിയോ 24 മണിക്കൂറിനകം 2 മില്യൺ വ്യൂസ് ആയിരുന്നു ഈ വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിലെ താരമെന്ന് പറയുന്നത് ഒരു കൂട്ടം കുഞ്ഞുങ്ങളാണ്. ഇൻസ്റ്റാഗ്രാമിലെ കുട്ടി വൈറൽ താരമായി മുഹമ്മദ് സിയാൻ ഇതിലൂടെ മാറുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു അക്കൗണ്ട് തന്നെ മെറ്റ പൂട്ടിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ നിരവധി വിഷയങ്ങൾ, പ്രത്യേകിച്ചും മുഖ്യമന്ത്രിക്കെതിരെയുള്ള വാർത്തകൾ വ്യാപകമായ രീതിയിൽ തന്നെ കൈരളി ന്യൂസിന്റേത് ഉൾപ്പെടെയുള്ള നിരവധി വാർത്താ കാർഡുകൾ മെറ്റ നീക്കം ചെയ്യുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടായിരുന്നു. ഇതിൽ ഇപ്പോൾ ഈ മുഹമ്മദ് സിയാന്റെ ഈ ഒരു വീഡിയോ വൈറലാകുകയും ആ വീഡിയോയ്ക്ക് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ലൈക്ക് അടക്കം ഉണ്ടാവുകയും ആ കുഞ്ഞുങ്ങളെ ലാൽ സലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള കമന്റ് അടക്കം ഉണ്ടാവുകയും ചെയ്തു. അതിനടക്കം വലിയ തോതിൽ റീച്ച് ലഭിക്കുകയും ചെയ്തിരുന്നു. മുൻ മന്ത്രിയും നിലവിലെ MLA ആയിട്ടുള്ള മുഹമ്മദ് റിയാസ് അങ്ങനെ നിരവധി പേർ അതിൽ പ്രതികരണം, കമന്റ് അടക്കം നടത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് വലിയ തോതിൽ ഇതിന് റീച്ച് അടക്കം കിട്ടുകയും ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ, പ്രത്യേകിച്ചും ഈ മുഹമ്മദ് സിയാന്റെ അക്കൗണ്ട് തന്നെ മെറ്റ ഇപ്പോൾ പൂട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. സ്വാഭാവികമായും ഈ രീതിയിൽ കൂടുതൽ ഒരു റീച്ച് കിട്ടിയ വീഡിയോ കൂടിയാണ് ഈ പേജിലൂടെ ഇപ്പോൾ ഈ പേജ് പൂട്ടിയതിലൂടെ ഇപ്പോൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കം നടന്നിരിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായും പറയുന്നത് പോലെ തന്നെ നേരത്തെ മെറ്റയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള നടപടികൾ, അത് നമുക്കറിയാം, ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ ആയിരുന്നെങ്കിൽ ഇതിലിപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അത് ലൈക്ക് ചെയ്ത് കൂടുതൽ റീച്ച് അടക്കം അത് പോയ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ കൂടി ഇപ്പോൾ മെറ്റ നീക്കം ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ വ്യാപകമായി തന്നെ ഉയരുന്നുണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. സോഷ്യൽ മീഡിയയിലടക്കം മെറ്റയ്ക്കെതിരെ വലിയ തോതിലുള്ളൊരു പ്രതിഷേധം അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള വിമർശനം ഒക്കെ ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. ഷീജ, ഇത് പൂട്ടുന്നതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകണമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു വിശദീകരണം മെറ്റയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടോ? ഈ ചില സമൂഹ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഈ 18 വയസ്സുള്ളവർക്കേ അക്കൗണ്ട് തുറക്കാൻ പറ്റൂ, അങ്ങനെയൊക്കെയുള്ള ചില ക്രൈറ്റീരിയാസ് ഉണ്ടാകാം. ഇപ്പോൾ ഇത് എന്ത് ആണ് ഇവരുടെ ന്യായീകരണം എന്നുള്ളതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? അത്തരത്തിലുള്ള വിവരം ഒന്നും തന്നെ ഇല്ല. നിലവിൽ ഇപ്പോൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഇവർ ഈ ഒരു കണ്ടന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ നീക്കം ചെയ്യുന്നു എന്നുള്ളതാണ് നിലവിൽ നൽകിയിട്ടുള്ള ഒരു അറിയിപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അതിൽ എന്താണ് പ്രശ്നമുണ്ടാക്കുന്ന വിഷയം എന്നുള്ളത് നമുക്ക് തന്നെ കണ്ടാൽ അതിൽ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ലാത്ത ഒരു വീഡിയോ ആണ്. കുറച്ച് കുഞ്ഞുങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിൽ വലിയ തോതിൽ റീച്ച് ലഭിക്കുമ്പോൾ എന്തിനാണ് അങ്ങനെയുള്ള വീഡിയോകൾ നീക്കം ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ഏതായാലും ഇതിനെതിരെ വ്യാപകമായ രീതിയിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിലുള്ള ഒരു വിമർശനം ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഈ ഒരു മെറ്റയുടെ നടപടിക്കെതിരെ. തീർച്ചയായും. എന്തായാലും സിയാനും കൂട്ടുകാരും മനോഹരമായി തന്നെ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ ആ കുട്ടികളുടെ ചടുലമായ ആ ഒരു സംസാരവും ഒക്കെ തന്നെ, അതുപോലെ മാത്രമല്ല ഒരു ഗ്രാമീണമായ പശ്ചാത്തലവും അവരുടെ പാർട്ടി ഓഫീസും ഒക്കെ വളരെ ഗംഭീരമായി ആ കുട്ടികൾ ചെയ്തിരുന്നു. എന്തായാലും ഏതെങ്കിലും തരത്തിൽ പരാതി നൽകിയിട്ടുണ്ടോ, എന്തുകൊണ്ട് ഇത് നീക്കം ചെയ്തു തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച വിശദാംശങ്ങൾ ഇനി വരേണ്ടതുണ്ട്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.